ഈ സദസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ നമ്മുടെ പാപങ്ങൾ മുഴുവനും പൊറുപ്പിച്ചെടുത്തിട്ട് ഒരു ഈമാനിക ആവേശത്തോടെ നമുക്ക് ഇറങ്ങാൻ കഴിയണം. അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരുപാട് തെറ്റുകൾ ചെയ്തവരാ, ഞാനും ചെയ്തവരാ, നിങ്ങളും ചെയ്തവരാ. ആ തെറ്റുകൾ മുഴുവനും പടച്ചവന്റെ ഹളറത്തിലേക്ക് തൗബ ചെയ്തിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയണം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുന്നുണ്ട്, മോനെ പുഞ്ചിരിക്കൽ സ്വതക്കയാ. എന്താ പറയണേ? പുഞ്ചിരിക്കൽ സ്വതക്കയാ. നമ്മുടെ കയ്യിൽ കൊടുക്കാൻ പൈസ ഉണ്ടാവില്ല. ഇപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ ഇവിടുത്തെ കമ്മിറ്റിക്കാരോട് ചോദിച്ചു, ഈ പള്ളിയുടെ വരുമാനവും ഉസ്താദിനുണ്ടാക്കി കൊടുത്ത കോട്ടേഴ്സും ഒക്കെ എങ്ങനെ ഉണ്ടാക്കിയതാ ഉസ്താദെ? ഇവിടെ വർഷം തോറും നടക്കുന്ന സലാത്തിൽ പിരിച്ചിട്ട് കിട്ടണ പൈസക്ക് തന്നെ ഉസ്താദെ ഞങ്ങളുടെ ഇവിടുത്തെ എല്ലാ പരിപാടിയും നടക്കുന്നതെന്ന് സാധുക്കൾ പറയുന്നുണ്ട്. അല്ലാഹു സ്വീകരിക്കട്ടെ. ഞാൻ പറയാ, ഈ ബക്കറ്റ് നിങ്ങളുടെ മുമ്പിൽ വരുമ്പോ, അല്ലെങ്കിൽ ഇതിന്റെ പാവപ്പെട്ട പ്രവർത്തകര് നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ റെസീറ്റുമായിട്ട് വരുമ്പോ, അല്ലെങ്കിൽ നമ്മുടെ ജമാഅത്ത് കമ്മിറ്റി അംഗങ്ങൾ ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കാൻ മാസപ്പിരിവിന് വേണ്ടി നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോ 1 രൂപ പോലും ചിലപ്പോൾ കൊടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയായിരിക്കാം. നമ്മുടെ വീട്ടില് പട്ടിണിയായിരിക്കാം, പരിവട്ടമായിരിക്കാം. പക്ഷേ എടാ, എത്ര പൈസ നമ്മുടെ കയ്യിലില്ലെങ്കിലും ആദരവാകുന്ന പ്രവാചകൻ പറയുന്നുണ്ട്, പുഞ്ചിരിക്കൽ സ്വതക്കയാണ്, പുഞ്ചിരിക്കൽ ദാനധർമ്മമാണെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ എപ്പോ പുഞ്ചിരിക്കണം? അത് നമ്മുടെ വിഷയം. എപ്പോഴാണ് നമ്മൾ പുഞ്ചിരിക്കേണ്ടത്? നമ്മളൊക്കെ പള്ളിയിൽ വരുമ്പോൾ പുഞ്ചിരിക്കാറുണ്ട്, ഖത്തീബിന്റെ മുഖത്ത് നോക്കിയിട്ട് നമ്മളൊന്ന് പുഞ്ചിരിക്കാറുണ്ട്, പള്ളിയിലെ കമ്മിറ്റിക്കാരെ നോക്കിയിട്ട് നമ്മൾ പുഞ്ചിരിക്കാറുണ്ട്, ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് നമ്മൾ ചിരിക്കാറുണ്ട്, ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് നമ്മൾ ചിരിക്കാറുണ്ട്. ഞാൻ പറയാ, നമ്മൾ എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖമായിട്ട് വേണം കടന്നു പോകാൻ. ചില ആളുകളുണ്ട് പുഞ്ചിരിക്കൂല, എപ്പോഴും ഭയങ്കര ചൂടാകുന്ന സ്വഭാവമായിട്ട് നടക്കുന്ന ചില ചങ്ങാതിമാരുണ്ട്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ചില സഹോദരിമാരൊക്കെ പരാതി പറയണ, ഉസ്താദെ എന്റെ ഭർത്താവിന് ചൂടൻ സ്വഭാവം ഉസ്താദെ, എന്റെ ഭർത്താവ് എന്ന് പറഞ്ഞാലും രണ്ടാമതിന്റെ നെഞ്ചത്ത് ചവിട്ടണ സ്വഭാവം ഉസ്താദെ എന്ന് ചില ഭാര്യമാര് പറയാറുണ്ട്. പാടില്ല. നമ്മളെപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖമായിരിക്കണം. നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ പുഞ്ചിരിക്കണം. ഭാര്യമാര് ഭർത്താക്കന്മാര് വീട്ടിലേക്ക് കയറി വരുമ്പോൾ പുഞ്ചിരിക്കണം. മക്കള് വാപ്പയും ഉമ്മയും കയറി വരുമ്പോൾ പുഞ്ചിരിക്കാനുള്ള ഒരു മുഖം നമുക്ക് എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വരണം. പക്ഷേ നമ്മളെപ്പോഴാ പുഞ്ചിരിക്കണ്ടേ? നമ്മളെപ്പോഴാ പുഞ്ചിരിക്കണ്ടേ? ആ വിഷയം നമ്മൾ പഠിക്കാൻ പോവാ. അല്ലാഹു സ്വീകരിക്കട്ടെ. പുഞ്ചിരിക്കേണ്ടത് എപ്പോഴാ? നമ്മുടെ ജീവിതത്തിൽ പുഞ്ചിരിക്കേണ്ടത് എപ്പോഴാ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ അതാ പറയുകയാ, ചിരിക്കേണ്ടത് എപ്പോഴാ? പുഞ്ചിരിക്കേണ്ടതെപ്പോഴാ? ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങൾ അതാ പറയുകയാ, മനോഹരമാകുന്ന സ്വർഗത്തിന്റെ വേദി കഴിഞ്ഞിട്ട് നീ നിന്റെ വീട്ടിലേക്ക് എന്റെ പ്രിയമുള്ളവരെ കടന്നു ചെല്ലുമ്പോ വിളിക്കാതെ വരുന്ന അതിഥിയാരാ? വിളിക്കാതെ വരുന്ന അതിഥിയാരാ? സയ്യിദുനാ അസ്റായീൽ അലൈഹിസ്സലാം. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതാ കടന്നു വരികയാ. അസ്റായീൽ കടന്നു വരുന്ന രൂപം എങ്ങനാ? നമസ്കരിച്ചവരാണോ? നോമ്പ് പിടിച്ചവരാണോ? സകാത്ത് കൊടുത്തവരാണോ? നന്മകൾ ചെയ്തവരാണോ? ഹജ്ജുകൾ ചെയ്തവരാണോ? ഉംറകൾ ചെയ്തവരാണോ? നന്മയിലൂടെ കടന്നു പോയവരാണോ? എന്നാ അസ്റായീൽ കടന്നു വരുന്ന രൂപം എങ്ങനാ? മുഖമെല്ലാം പുഞ്ചിരിച്ചുകൊണ്ട് അസ്റായീൽ കടന്നു വരികയാ. സുഗന്ധമതാ പരത്തിക്കൊണ്ട് ഒരു ഈമാനിക ആവേശത്തോടെ അസ്റായീലിന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വരികയാ. അസ്റായീൽ കടന്നു വരുമ്പോ നീ അതാ സന്തോഷിക്കുകയാ. എന്നാ നമസ്കരിക്കാതെ, നോമ്പ് പിടിക്കാതെ, സകാത്ത് കൊടുക്കാതെ, നന്മ ചെയ്യാതെ, ഹജ്ജ് ചെയ്യാതെ, ഉംറ ചെയ്യാതെ, കള്ളു കുടിച്ചുകൊണ്ട്, ചീട്ട് കളിച്ചുകൊണ്ട്, ഹാൻസ് വെച്ചുകൊണ്ട്, MDMA അടിച്ചുകൊണ്ട് തിരുവനന്തപുരത്തിന്റെ പരിസരത്തിലൂടെ നടന്നവരാണോ? ഓടിയവരാണോ? എഴഞ്ഞവരാണോ? എന്നാ അസ്റായീൽ കടന്നു വരുന്ന രൂപം എങ്ങനാ? ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, മുഖമെല്ലാം കറുത്തിരണ്ടുകൊണ്ട് ദുർഗന്ധം എന്റെ പ്രിയപ്പെട്ടവരെ പരത്തിക്കൊണ്ട് പേടിപ്പിക്കുന്ന രീതിയിൽ എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വരികയാ. അസ്റായീൽ കടന്നു വന്ന് റൂഹ് പിടിക്കുമ്പോ ഞാനും നിങ്ങളും അതാ കരയുകയാ, വേദനിക്കുകയാ, സങ്കടപ്പെടുകയാ, വിരഹിക്കുകയാ, നൊമ്പരപ്പെടുകയാ. അതുകൊണ്ടാണ് ലോകത്തിന്റെ പ്രവാചകൻ
റൂഹ് പിടിക്കാൻ അസ്റായീൽ കടന്നു വരുമ്പോ റസൂലുള്ള കരഞ്ഞുകൊണ്ട് പറഞ്ഞില്ലേ, വേദനിക്കുന്ന അസ്റായീലേ, നൊമ്പരമാണ് അസ്റായീലേ, സഹിക്കുന്നില്ല അസ്റായീലേ. ആദരവാകുന്ന പ്രവാചകന്റെ റൂഹ് പിടിക്കുമ്പോൾ പോലും റസൂലുള്ള കരഞ്ഞെന്ന് ചരിത്രം പറയുമ്പോ, റൂഹ് പിടിക്കുമ്പോ വേദന എടുക്കുന്നതോ, വല്ലാതെ സങ്കടപ്പെടുത്തുന്നതാ, വല്ലാതെ വിരഹിക്കുന്നതാ. നിന്റെ റൂഹദാ അസ്റായീൽ പിടിച്ചു കൊണ്ടുപോവുകയാ. പള്ളിയിലെ മുഅദ്ദിൻ ഉസ്താദ് വിളിച്ചു പറയുകയാ, ഇന്നാ ലില്ലാഹ്. ആശിഖ് ദാരി മരിച്ചിട്ടുണ്ട്, പള്ളിയിലെ ഖതീബ് വിട പറഞ്ഞിട്ടുണ്ട്, പള്ളിയിലെ കമ്മിറ്റിയുടെ കാരണവരുണ്ടല്ലോ വിട പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അതാ കടന്നു വരികയാ, കൂട്ടുകാര് കടന്നു വരികയാ, കൂടപ്പറപ്പീങ്ങൾ കടന്നു വരികയാ, അയൽവാസികൾ കടന്നു വരികയാ, സുഹൃത്തുക്കൾ കടന്നു വരികയാ, കമ്മിറ്റിക്കാര് കടന്നു വരികയാ, ഉസ്താദുമാര് കടന്നു വരികയാ, ശത്രുക്കളതാ കടന്നു വരികയാ. ജനാസയുടെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് പള്ളിയിലെ ഖതീബിന്റെ പ്രിയപ്പെട്ടവരെ ദുആ ചെയ്യേണ്ടതാ. ഇവൻ മരിച്ചു കിടക്കുന്നത് പോലെ എന്നെ നീ മരിപ്പിക്കണേ അല്ലാ. ഈ സാധുവായ സഹോദരൻ പുഞ്ചിരിച്ച് കിടക്കുന്നത് പോലെ ഞങ്ങളെ നീ മരിപ്പിക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിലെ ഖതീബ് ദുആ ചെയ്യേണ്ടതാ, ദുആ ചെയ്യേണ്ടതാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, എല്ലാവരും കരയുമ്പോ, എല്ലാവരും സങ്കടപ്പെടുമ്പോ, എല്ലാവരും വിരഹിക്കുമ്പോ അവരുടെ നടുവിലുണ്ടല്ലോ നമ്മുടെ ജനാസയുണ്ടല്ലോ, പുഞ്ചിരിക്കണ്ടതാ, ചിരിക്കണ്ടതാ, പ്രകാശിക്കണ്ടതാ. അതുകൊണ്ട് അങ്ങാടിയിലൂടെ നടക്കുമ്പോ പുഞ്ചിരിച്ചാല് പോരാ, അങ്ങാടിയിലൂടെ നടക്കുമ്പോ കളിച്ച് ചിരിച്ചുകൊണ്ട് നടന്നാല് പോരാ, പള്ളിയിലേക്ക് കടന്നു വരുമ്പോ കളിച്ച് ചിരിച്ചുകൊണ്ട് നടന്നാല് പോരാ. എപ്പോഴാണ് പുഞ്ചിരിക്കേണ്ടതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ടവരെ പറയുകയാ, മരിക്കുമ്പോ മരിക്കുമ്പോ പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ കഴിയേണ്ടതാ. നാദാ സൗഭാഗ്യം തരണ അല്ലാ, കബൂലാക്കണേ അല്ലാ. പറയണേ, ആദരവാകുന്ന പ്രവാചകനാകുന്ന നബിതങ്ങൾ പറയുന്നു, കളിയും ചിരിയൊന്നും വേണ്ടപ്പാ, നിന്റെ ജനാസ പുഞ്ചിരിച്ച് കിടക്കാൻ കഴിയണം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പള്ളിയിലെ ഖതീബ് ഉസ്താദ്, ഞാനും നിങ്ങളുമൊക്കെ മരിച്ചാൽ നമ്മുടെ പള്ളിയിലെ ഖതീബ് ഉസ്താദ് നമ്മുടെ വീട്ടിൽ വരും. നമ്മുടെ ജനാസ കണ്ടിട്ട് ഈ ചങ്ങാതി പറയണം, റബ്ബേ ഇവൻ പുഞ്ചിരിച്ച് കിടക്കണത് പോലെ എന്നെ നീ മരിപ്പിക്കണേ അല്ലാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഖതീബ് ഉസ്താദ് ദുആ ചെയ്യണം. നമ്മുടെ മയ്യത്ത് കണ്ടാല് സ്വന്തം വാപ്പയും സ്വന്തം ഭാര്യയും അങ്ങനെ ദുആ ചെയ്യോ? ഇല്ല. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, പുഞ്ചിരിച്ചു മരിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ എന്ന് കൈവക്കിയപ്പോ അരക്കയ്യന്മാരിലിപ്പോ മരിച്ചോണമെന്നില്ല. അവിടെ തലവേദന അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അപ്പൊ ഞാൻ പറയണത്, പുഞ്ചിരിച്ച് മരിക്കണമെങ്കിൽ നാല് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്താൽ ഇൻഷാ അല്ലാഹ് മരിക്കുമ്പോ പുഞ്ചിരിച്ചുകൊണ്ട് ഈമാനോടെ മരിക്കാം. ആ 4 കാര്യങ്ങൾ പഠിച്ചിട്ട് നമുക്ക് വിട പറയാം. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇപ്പോ ചില ആളുകളൊക്കെ ഇന്നിപ്പോ എന്നോട് ചങ്ങാതി പരാതി പറഞ്ഞു, ഉസ്താദേ എന്റെ മുഖത്ത് മുഴുവനും കറുത്ത പാടാ ഉസ്താദ്. എന്നോട് ഒരാൾ പറഞ്ഞു, ഉസ്താദേ എന്റെ മുഖത്ത് മുഴുവനും കറുത്ത പാടാ ഉസ്താദെ. ക്രീം ഇട്ട് വെളുക്കാൻ നടക്കണ ചില ദത്തന്മാരുണ്ട്, ക്രീം ഇട്ട് വെളുക്കാൻ നടക്കണ ചില ചെറുപ്പക്കാരുണ്ട്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. കാസർഗോഡ് ജില്ലയിൽ എന്റെ ഒരു കൂട്ടുകാരനുണ്ട്, ഓന്റെ പരിപാടി ക്രീം ഉണ്ടാക്കല, ക്രീമിന്റെ സപ്ലൈ ആണ്, ഓനാണ് അതിന്റെ മുതലാളി. ആ ക്രീമിന്റെ പേര് പിരിസപ്പാടെന്ന ഒരു ക്രീം ഉണ്ട്, ഒരു മഞ്ഞ കളറിലെ പിരിസപ്പാടെന്ന ക്രീം ഉണ്ട്. അപ്പൊ ഞാൻ ഓനോട് ചോദിച്ചാ കച്ചവടമൊക്കെ ഉണ്ടോ? എന്റെ പൊന്നു ഉസ്താദെ കൊല്ലം ജില്ലക്കാരെ ഏറ്റവും കൂടുതൽ ക്രീം വാങ്ങണ വഹീമ നൽകി ഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ഞാൻ ചോദിച്ചോടാ കള്ളമാണോ പറയണേ? അല്ല ഉസ്താദെ. ഓന്റെ ഫോൺ എടുത്തിട്ട് ബാർഗ്രാഫ് ആ കച്ചവടത്തിന്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ കാണിച്ചപ്പോ ഏറ്റവും കൂടുതൽ ഓർഡർ പുരിസപ്പാട് ക്രീമിന് കിട്ടിയിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ നിന്ന്. അല്ലാഹു കാത്തിരിക്കട്ടെ. ഇതേതാ ജില്ല ഉസ്താദേ? തിരുവനന്തപുരം. അപ്പൊ റഹീമ നൽകി ഗ്രഹിക്കുമാറാവട്ടെ. എടാ ക്രീം ഇട്ട് വെളുക്കണ്ട, ക്രീം ഇട്ട് വെളുക്കണ്ട, ക്രീം ഇട്ട് വെളുക്കണ ചില ചങ്ങാതിമാരുടെ മുഖം നോക്കണം, സൂര്യന്റെ താപം ഏറ്റതുപോലെ മുഖത്ത് നിന്ന് തൊലിയൊക്കെ പോയിട്ടുണ്ടാകും. അല്ലാഹു കാത്തിരിക്കട്ടെ. വെളുപ്പം എന്ന് പറഞ്ഞാൽ അതല്ല, മുഖത്തൊരു പ്രകാശം വേണം. എത്ര കറുത്തിരുന്നാലും മുഖത്തൊരു പ്രകാശം വേണം. അപ്പൊ ഞാൻ ഒരു മാസം മുമ്പ് ഞാൻ
വയനാട് വഴന്നിന് പോകാൻ വേണ്ടിയിട്ട് ആലപ്പുഴയിൽ നിന്ന് ഇങ്ങനെ ട്രെയിനിൽ കയറിയതാ കോഴിക്കോട്ടേക്ക് ഇങ്ങനെ ട്രെയിനിൽ കയറുമ്പോൾ ലോക്കൽ കമ്പാർട്ട്മെന്റിലാണ് ഇരിക്കണേ. ഞാൻ ഇരിക്കണ സമയത്ത് ഒരു 4 ചെറുപ്പക്കാരൻ എന്റെ ചുറ്റും ഇങ്ങനെ ഇരിക്കണുണ്ട്. അപ്പൊ ഞാൻ തൊപ്പി ഇട്ടിട്ടില്ല, ഇങ്ങനെ ഇരിക്കണേ. അപ്പൊ എന്നോട് ഒരു 4 ചെറുപ്പക്കാർ ഇങ്ങനെ നോക്കുക, എന്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കുക, എന്തോ പരിചയമുള്ളതുപോലെ. ഞാൻ ചോദിച്ചു എന്താടാ നോക്കണേ? ഒന്നുമില്ല ഉസ്താദേ. ഞാൻ പിന്നെ ചോദിച്ചു എന്താടാ നോക്കണേ? ഒന്നുമില്ല ഉസ്താദേ. ഞാൻ എന്തോ ഓനെ തല്ലാൻ പോണത് പോലെ നോക്കണത് കണ്ടാൽ ഞാൻ ചോദിച്ചു എന്തിനാടാ നോക്കണേ? അപ്പൊ ഓൻ പറഞ്ഞു ഉസ്താദ് എവിടെ കണ്ടു പരിചയമുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു എവിടെ കണ്ടു പരിചയം? ഉസ്താദ് തൊപ്പി ഒന്ന് നോക്കും, മനസ്സിലാകണില്ല. തൊപ്പി ഒന്ന് നോക്കും. ഞാൻ തൊപ്പി വെച്ചിട്ട് ഓൻ എന്നെ മനസ്സിലായില്ല. ഉസ്താദ് ഷാളും കൂടി ഒന്ന് ഇടുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഷാള് വിട്ടു. അപ്പൊ എന്നോട് ചോദിച്ചു ഉസ്താദ് അല്ലേ വഴന്ന് പറയാൻ പോണ ആശികധാരമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ. അപ്പൊ ഞാൻ ഓനോട് ഒരു കാര്യം ചോദിച്ചിട്ട് നിനക്ക് എന്നെ ഇത്രയും നേരം നോക്കിയിട്ട് മനസ്സിലായില്ലേ? ഓൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഉസ്താദേ, നിങ്ങൾ ഫ്ലെക്സിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും വയലിലും ഒക്കെ വെളുത്തിട്ടാ, നേരിട്ട് കാണാൻ കറുത്തിട്ടാ. ഗ്രഹിക്കട്ടെ. അപ്പൊ ഞാൻ പറയണ് എത്ര കറുത്താലും മരിച്ചു കിടക്കുമ്പോ എങ്ങനെ വെളുത്ത് കിടക്കാൻ കഴിയണം? നമ്മുടെ മുഖമെല്ലാം പുഞ്ചിരിച്ച് കിടക്കാൻ കഴിയണം. ചില ആളുകൾ പറയും ഉസ്താദ് എന്നെ കറുമ്പ എന്നാ കൂട്ടുകാർ വിളിക്കാൻ. അല്ലെ ചില ആണുങ്ങളുണ്ട് കറുത്ത പെണ്ണുങ്ങളെ നിക്കാഹ് ചെയ്യൂല. കറുത്തു പോയെന്ന് പറഞ്ഞിട്ട് ചില പെൺകുട്ടികൾ എന്ത് ചെയ്യൂല? വിവാഹം ചെയ്യൂല. മസ്സല നോക്കിക്കഴിഞ്ഞാൽ ഉസ്താദെ ഞാൻ പറയണില്ല, ഏറ്റവും കൂടുതൽ ദാമ്പത്തിക ജീവിതത്തിൽ ബറക്കത്തുണ്ടാകുന്നത് കറുത്തു പെണ്ണായിട്ട് ലഹീമ നൽകി ഗ്രഹിക്കുമാറാവട്ടെ. ഇനി ഉസ്താദെ എന്റെ ഭാര്യ വെളുത്തിട്ട ഉസ്താദെ നാളെ തന്നെ മറ്റേ നെറോലാക്സിന്റെ ഒരു കറുത്ത പെയിന്റും മേടിച്ചുകൊണ്ട് അടിക്കുക. അതല്ല ഇപ്പൊ പറയണേ. കറുത്ത പെണ്ണും വെളുത്ത പെണ്ണൊക്കെ തുല്യം ലഹീമ നൽകി ഗ്രഹിക്കുമാറാവട്ടെ. ബിലാൽ തങ്ങളും സൽമാൻ തങ്ങളും ഇസ്ലാമിൽ ഒന്നാ. അവര് കറുത്തിട്ടും വെളുത്തിട്ടാണെന്ന് പറഞ്ഞ റസൂലുള്ള മാറ്റി നിർത്തിയിട്ടില്ല. പക്ഷേ മരിച്ചു കിടക്കുമ്പോ കറുത്ത് കിടക്കാൻ പാടില്ല. മുഖം പ്രകാശിച്ച് കിടക്കാൻ കഴിയണം. ഞാൻ അതാ പറഞ്ഞ മരിച്ചു കിടക്കുമ്പോ ഈമാനോടെ മുഖം പ്രകാശിച്ച് കിടക്കുന്ന 4 വിഭാഗമുണ്ടെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ 4 വിഭാഗങ്ങളെ പറ്റി പഠിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഒരു 10 മണിയാകുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വിട പറയണം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇരിക്കൂലേ? ഇല്ലെങ്കിൽ ചിലപ്പോ കറുത്ത് മരിക്കും. ഇനി മരിക്കൂല എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അത് കൈബുക്കെ. ഉസ്താദെ ഞാൻ മരിക്കൂല എന്ന് ധൈര്യമുള്ളവരുണ്ടെങ്കിൽ അത് കൈബുക്കെ. മുമ്പിലിരിക്കണ ചെറിയ മുട്ടയെന്ന് പോലും വിളിച്ചിട്ടില്ല മരിക്കും. അങ്ങനെ ആരുമില്ല. കാരണം എന്തേ? നമ്മുടെ നാട്ടില് പള്ളിക്കാട്ടില് മീസാൻ കല്ലിന്റെ ചുവട്ടിൽ കിടക്കുന്ന സാധുക്കള് നമുക്ക് ഉദാഹരണമാണ്. 3 അടയാളങ്ങൾ മരണത്തിന്റെ അടയാളമാണെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 1, ശരീരത്തിൽ നരയുണ്ടെങ്കിൽ എഴുതി വെച്ചോ, എത്ര ഡൈ ചെയ്താലും നീ മരിക്കും. ലഹീമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എത്ര ഡൈ ചെയ്താലും നീ മരിക്കും. ശരീരത്തിന്റെ 1ാമത്തെ അടയാളം ശരീരത്തിൽ നര വന്നു കഴിഞ്ഞാൽ. ഇപ്പൊ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് ഇന്ന് കാസർഗോഡ് കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ട് കഴിഞ്ഞു വരുന്ന വഴി ഞാൻ വന്ദേ ഭാരതിന് വരുമ്പോ എന്റെ കൂടെ ആരും സംസാരിക്കാനില്ല. അവസാനം കിട്ടി TTRനെ കിട്ടിയ. അപ്പൊ TTR ഞാനോട്ട് നല്ല സംസാരിച്ചു. കുറെ നേരം ഇരുന്ന് കാസർഗോഡ് ഇവിടം വരെ സംസാരിച്ചു. നല്ല പരിചയം. ഉസ്താദെ ഫോൺ നമ്പറൊക്കെ ടിക്കറ്റ് കിട്ടിയില്ല, എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ പറയാൻ നല്ല പരിചയം. അപ്പൊ ഈ ചങ്ങാതിയുടെ കുടുംബത്തിന്റെ ഫോട്ടോ എന്നെ ഇങ്ങനെ കാണിച്ചു. അപ്പൊ അദ്ദേഹത്തിന് താടിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളെ ഫോട്ടോയിൽ രണ്ടിലും നല്ല വ്യത്യാസമുണ്ട്. കാരണം നേരിട്ട് കാണുമ്പോ താടിയുണ്ട്, ഫോട്ടോയിൽ താടിയില്ല. അപ്പൊ ചങ്ങാതി പറയും ഉസ്താദെ നിങ്ങൾക്കൊക്കെ താടി ഷേപ്പ് ചെയ്യാനും അതിനും ഇതിനൊക്കെ ആളുകൾ ഉണ്ടാവും, അതിന് ശീലം ഉണ്ടാവും. നിങ്ങൾക്ക് ശീലമില്ല ഉസ്താദെ. എനിക്ക് 48 വയസ്സുണ്ട് ഉസ്താദെ. ഈ 48 വയസ്സായത് കൊണ്ട് എന്റെ താടിക്ക് ഇങ്ങനെ നരച്ചോണ്ടിരിക്കുക. അപ്പൊ എനിക്ക് ഷേപ്പ് ചെയ്താലും മാത്രം പോലെ ഡൈയും ചെയ്യേണ്ടി വരുമെന്നൊരു സാധുവായ സഹോദരൻ പറയുമ്പോ എത്ര ഡൈ ചെയ്താലും അസ്റായിൽ വന്ന് പിടിക്കും. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. 2 മുതുകു വളഞ്ഞു കഴിഞ്ഞാൽ അത് മരണത്തിന്റെ 2ാമത്തെ അടയാളമാണ്. മുതുകു വളഞ്ഞു കഴിഞ്ഞാൽ. 3 നിരന്തരമാകുന്ന അസുഖങ്ങൾ ഒരാളുടെ ശരീരത്തിലുണ്ടെങ്കിൽ അതും മരണത്തിന്റെ 3ാമത്തെ അടയാളമാണെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ 3 അടയാളങ്ങൾ എന്തായാലും ഉണ്ടാകും. പക്ഷേ മരിക്കുമ്പോ എങ്ങനെ മരിക്കണം? പുഞ്ചിരിച്ചുകൊണ്ട് മുഖം എല്ലാം പ്രകാശിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ കഴിയണം. അല്ലാഹു സ്വീകരിക്കട്ടെ. മരിക്കല്ലേ ഇൻഷാ അല്ലാഹ്. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ സഹാബാ മരിക്കുമ്പോ പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കണോ, ഈമാനോടെ മരിക്കണോ, ഇഖ്ലാസോടെ മരിക്കണോ. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ മരണപ്പെടുകയാ. റസൂലുള്ളാഹിയതാ വഫാത്താവുകയാ. മദീന മുഴുവൻ കഴിയുകയാ. മദീന മുഴുവനും അതാ, ലോകം മുഴുവനും അതാ സങ്കടപ്പെടുകയാ. എല്ലാവരും അതാ മസ്ജിദ് നബവിക്കകത്തേക്ക് കടന്നു വരികയാ.
സയ്യിദ് ബിൻ അസ്ലമ തങ്ങളുണ്ട്, അബൂബക്കർ തങ്ങളുണ്ട്, ഉമർ തങ്ങൾ ഇരിക്കുന്നുണ്ട്, അലിയാർ തങ്ങൾ ഇരിക്കുന്നുണ്ട്, ഉസ്മാൻ തങ്ങൾ ഇരിക്കുന്നുണ്ട്, ബിലാൽ തങ്ങൾ ഇരിക്കുന്നുണ്ട്. എല്ലാവരും അതാ സങ്കടപ്പെടുകയാ, വേദനിക്കുകയാ. ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങളാണല്ലോ വഫാത്തായത്. സങ്കടം സഹിക്കുന്നില്ല, വേദന സഹിക്കുന്നില്ല. ഞങ്ങളുടെ റസൂലാണ് വിട പറഞ്ഞു പോയത്. ക്ഷമതരണേ അല്ലാ, ക്ഷമതരണേ അല്ലാ, ക്ഷമതരണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സഹാബത്തതാ ദുആ ചെയ്യുമ്പോ 5 ദിവസമുണ്ടല്ലോ കഴിയുകയാ, വേദനയിലാ. ഉടൻ തന്നെ സയ്യിദ് ബിൻ അസ്ലമ തങ്ങളുണ്ടല്ലോ അബൂബക്കർ തങ്ങളോട് പറയുകയാ, അബൂബക്കർ തങ്ങളെ റസൂലുള്ള പറഞ്ഞതാണല്ലോ, ആരെങ്കിലും ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, ആരെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും ഒരാൾ വിട പറഞ്ഞു കഴിഞ്ഞാൽ 3 ദിവസത്തിൽ കൂടുതൽ ഒരിക്കലും നിങ്ങൾ സങ്കടപ്പെടാൻ പാടില്ലോ, വിഷമിക്കാൻ പാടില്ല, സങ്കടപ്പെടാൻ പാടില്ല, ദുഃഖിക്കാൻ പാടില്ല. എത്രയോ പേരാ വിട പറഞ്ഞു പോകുന്നത്. 6 വയസ്സുള്ള മക്കളുണ്ടല്ലോ, 10 വയസ്സുള്ള മക്കളുണ്ടല്ലോ, 25 വയസ്സുള്ള സഹോദരിമാരുണ്ടല്ലോ, 30 വയസ്സുള്ള ഭർത്താവുണ്ടല്ലോ. ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ 3 ദിവസത്തിൽ കൂടുതൽ സഹിക്കാൻ പാടില്ല, വേദനിക്കാൻ പാടില്ല. റസൂലുള്ള യഥാ വിട പറഞ്ഞപ്പോ 5 ദിവസം അതാ സഹാബത്ത് കരയുമ്പോ സയ്യിദ് ബിൻ അസ്ലമ തങ്ങൾ പറയുകയാ, അബൂബക്കറേ ഇതെതിരാണല്ലോ, റസൂലുള്ള പറഞ്ഞതിന് വിപരീതമാണല്ലോ. അബൂബക്കർ തങ്ങളതാ ചോദിക്കുകയാ, എന്താണ് വിപരീതമായി ചെയ്തത്? ആ സമയത്തതാ സയ്യിദ് ബിൻ അസ്ലമ അതാ പറയുകയാ, അബൂബക്കറേ 3 ദിവസത്തിൽ കൂടുതൽ സങ്കടപ്പെടാൻ പാടില്ല, വേദനിക്കാൻ പാടില്ല. ഉടൻ തന്നെ അബൂബക്കർ തങ്ങളതാ പറയുകയാ, എല്ലാവരും പിരിഞ്ഞു പോകുക, എല്ലാവരും വീട്ടിലേക്ക് പോകുക, എല്ലാവരും ജോലി എടുത്തുകൊണ്ട് ജീവിക്കാൻ പറയുമ്പോ ഉടൻ തന്നെ സയ്യിദ് ബിൻ അസ്ലമ തങ്ങള് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാ, എല്ലാവരും വിട പറയുകയാണോ, എല്ലാവരും പോകുകയാണോ, എല്ലാവരും പിരിഞ്ഞു പോകുകയാണോ? എന്നിട്ടതാ സയ്യിദ് ബിൻ അസ്ലമ ചോദിക്കുകയാ, ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങള് ഒരുപാട് നന്മകൾ പഠിപ്പിച്ചല്ലോ, അതിലൊരു നന്മയുണ്ടല്ലോ, പറഞ്ഞു തരുമോ? അബൂബക്കറേ, അബൂബക്കർ തങ്ങളതാ കരയുകയാ, അബൂബക്കർ തങ്ങളതാ പറയുകയാ, എനിക്കതിന് കഴിയൂല, എതിനെനിക്ക് കഴിയൂല. അബൂബക്കർ ഉമറിനോട് പറയുകയാ, ഉമറേ നീയതാ റസൂലുള്ള പറഞ്ഞ നന്മകളുണ്ടല്ലോ ഈ കാണുന്ന സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുക. ഉമറതാ കരയുകയാ, ഇല്ല അബൂബക്കറേ എനിക്കതിന് കഴിയൂല. ഉസ്മാൻ തങ്ങളോട് പറയുകയാ, ഉസ്മാൻ തങ്ങൾ പറയുകയാ, എനിക്കതിന് കഴിയൂല. അലിയാർ തങ്ങളോട് പറയുമ്പോ അലിയാർ തങ്ങൾ പറയുകയാ, ഇല്ല ഇല്ല എനിക്കതിന് കഴിയൂല. സഹാബത്തതാ കരയുകയാ, അബൂബക്കറിനോട് കരഞ്ഞുകൊണ്ട് പറയുകയാ, റസൂലുള്ള പറഞ്ഞു തന്ന ഒരു നന്മയുണ്ടല്ലോ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങൊന്ന് പറഞ്ഞു തരണമെന്ന് പറയുമ്പോ റസൂലുള്ളയുടെ ചാരത്തേക്ക്, മദീനയുടെ ചാരത്തേക്ക്, റസൂലുള്ളയുടെ ഖബർ ഷരീഫിന്റെ ചാരത്തേക്ക് അബൂബക്കറതാ കടന്നു പോകുകയാ. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, ആദരവാകുന്ന പ്രവാചകന്റെ ചാരത്ത് ചെന്ന് സലാം പറയുകയാ. എന്നിട്ടതാ ദുആ ചെയ്യുകയാ, അല്ലാഹുവേ ഇൽമു പറഞ്ഞു കൊടുക്കാൻ സൗഭാഗ്യം തരണേ അല്ലാ. എന്നിട്ടതാ അബൂബക്കർ തിരിച്ചു വരികയാ, സഹാബത്തിനോട് കേറിയിരിക്കാൻ പറയുകയാ. ആയിരക്കണക്കാന സഹാബത്തുണ്ടല്ലോ, മദീനത്തെ പള്ളിയിലേക്ക് കടന്നു വരികയാ. മദീനത്തെ പള്ളിയിലേക്ക് കടന്നു വരുമ്പോ മോനെ മോളെ
സഹാബത്തതാ കടന്നു വരുമ്പോ അബൂബക്കർ തങ്ങളതാ പറയുകയാ, റസൂലുള്ള 4 കാര്യങ്ങള് നമ്മുടെ ജീവിതത്തില് പറഞ്ഞു തന്നതാ. മരിക്കുമ്പോ ഈമാനോടെ പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാനുള്ള 4 കാര്യങ്ങള് നിങ്ങൾ ചെയ്യണമെന്ന് സഹാബത്തിനോട് പറയുമ്പോ സഹാബത്തതാ കരയുകയാ. അബൂബക്കറേ, ഏതാണ് 4 കാര്യങ്ങളെന്ന് ചോദിക്കുമ്പോ അബൂബക്കർ തങ്ങളതാ ഒന്നാമതായി പറയുകയാ, അല്ലാഹുവിനോടുള്ള തൃപ്തിയാ, അല്ലാഹുവിനോടുള്ള ബഹുമാനമാ, അല്ലാഹുവിനോടുള്ള കടപ്പാടാ. ഇബാദത്ത് ചെയ്യുമ്പോ, സദഖ കൊടുക്കുമ്പോ, നിസ്കരിക്കുമ്പോ, സകാത്ത് കൊടുക്കുമ്പോ, വഅദ് പറയുമ്പോ, ഇമാമത്ത് നിൽക്കുമ്പോ, ദുആ ചെയ്യുമ്പോ, തലമറക്കുമ്പോ, പടച്ചവനെ പേടിച്ചുകൊണ്ട് അമല് ചെയ്താൽ, പടച്ചവന്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് ആരെങ്കിലും ഒരാൾ അമല് ചെയ്താൽ അല്ലാഹുവിന്റെ തൃപ്തിയുണ്ടല്ലോ. ആരുടെയെങ്കിലും ഒരാളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അവനാണ് പെങ്ങളെ, അവനാണ് ചെറുപ്പക്കാരാ, മരിക്കുമ്പോ പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കുന്ന ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുമ്പോ, നാദാ ഞങ്ങളുടെ ഇബാദത്തുകളില് ഇഖ്ലാസ് തരണേ അല്ലാ, തൃപ്തി തരണേ അല്ലാ, പൊരുത്തം തരണേ അല്ലാ. ഇബാദത്ത് ചെയ്യുമ്പോ, നന്മകൾ ചെയ്യുമ്പോ, സദഖ കൊടുക്കുമ്പോ പടച്ചവന്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്നവരാരാ? അവരാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മരിക്കുമ്പോ പുഞ്ചിരിച്ച് കിടക്കുന്ന വിഭാഗമെന്ന്, ഒന്നാമത്തെ വിഭാഗമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅദ് പറയുമ്പോ, വഅദ് കേൾക്കുമ്പോ, ഇമാമ നിൽക്കുമ്പോ, ദുആ ചെയ്യുമ്പോ, വഅദ് കേൾക്കാൻ നിങ്ങൾ ഇവിടെ വന്നിരിക്കുമ്പോ, തൊപ്പി ധരിക്കുമ്പോ, വെള്ള വസ്ത്രം ധരിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ തലമറക്കുമ്പോ, നിങ്ങൾ പടച്ചവന്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് എന്ന് നന്മകൾ ചെയ്താലും അവര് മരിക്കുമ്പോ പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കുന്ന ഒന്നാമത്തെ വിഭാഗമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ചില ചങ്ങാതിമാരുണ്ട് നമ്മുടെ പള്ളിയിൽ നിസ്കരിക്കാൻ വരും, നിസ്കരിക്കാൻ വന്നിട്ട് ക്ലോക്ക് നോക്കി നിസ്കരിക്കണ ചില ചങ്ങാതിമാരുണ്ട്. അതെങ്ങനെ എങ്ങനെ? നമ്മുടെ പള്ളിയിലെ ഖത്തീബ് ഉസ്താദ്, മന്നാനി ഉസ്താദ് കൈകെട്ടി കഴിയുമ്പോൾ പുറകിൽ വന്നിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ ചില ചെറുപ്പക്കാർ കൈകെട്ടും. ഉസ്താദ് ഫാത്തിഹ ഓതുമ്പോ ചില ചങ്ങാതിമാര് ക്ലോക്കിൽ നോക്കുക, റബ്ബേ തീരണില്ലല്ലോ റബ്ബേ, നിസ്കാരം തീരണില്ലല്ലോ റബ്ബേ, ഉസ്താദ് ആമീൻ പറയാൻ താമസിക്കുകയാണല്ലോ റബ്ബേ. ഉസ്താദ് മറന്നുപോയതാണെങ്കിൽ ഞാൻ ആമീൻ പറയാണെന്ന് പറഞ്ഞിട്ട് നേരത്തെ തന്നെ ആമീൻ പറയുന്ന ചില ചങ്ങാതിമാര്. ഇബാദത്ത് ചെയ്യുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നാട്ടുകാരെ കാണിക്കാൻ ചെയ്യാൻ പാടില്ല, റബ്ബിന്റെ പൊരുത്തം ഉദ്ദേശിച്ചിട്ടുണ്ട് മാത്രം എന്ത് ചെയ്യണം? ഇബാദത്ത് ചെയ്യണം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. പള്ളിയിൽ പോകുമ്പോ നല്ല വസ്ത്രം ധരിക്കണം. നിങ്ങള് വീട്ടിൽ ചെന്നിട്ട് നിങ്ങളുടെ ഭാര്യമാരുടെ, നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് നിങ്ങളുടെ നിസ്കാര കുപ്പായത്തിന്റെ ഈ ഭാഗം, ലൈറ്റ് ഇല്ലാത്തോണ്ട് കാണാത്തുണ്ടോ? ഇല്ലല്ലോ, നോക്കിയോ. ഈ ഭാഗത്ത് എന്ത് ചെയ്യണം? നിങ്ങൾ നോക്കണം. നിസ്കാര കുപ്പായത്തിന്റെ ഈ ഭാഗം. ചില ഉമ്മമാര് വുളുവെടുത്തിട്ട് കരിമ്പൻ അടിച്ചിട്ടുണ്ടാകും ഈ ഭാഗം. പക്ഷെ മാറ്റുവോ? മാറ്റില്ല. ചില ആളുകളുടെ കരിമ്പൻ അടിച്ചിട്ട് തുരുമ്പടിച്ച് ഓട്ട വീണിട്ടുണ്ടാകും, എന്നാലും മാറ്റില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അവര് പടച്ചവന്റെ തൃപ്തി ഉദ്ദേശിക്കണില്ല. അള്ളാഹു ഈമാൻ നൽകട്ടെ. ഇപ്പോ നിസ്കരിക്കാൻ വരുമ്പോ ഞാൻ പറഞ്ഞു, നല്ല വസ്ത്രം ധരിക്കാതെ വരുന്ന ചില ചങ്ങാതിമാരുണ്ട്, അല്ലേ? ഇപ്പൊ ഞാൻ വേൾഡ് കപ്പിന്റെ സമയത്ത് നമ്മുടെ കൊയിലാണ്ടി ഭാഗത്തൊരു സ്ഥലത്ത് ഞാൻ വഴന്നിന് പോയി. തിരൂര് ഞാൻ നിസ്കരിക്കാൻ വേണ്ടി അസർ നിസ്കരിക്കാൻ കയറി. ഞാൻ മസ്ബൂക്കായിട്ടാ ചെല്ലണേ, 2ാമത്തെ റക്കഅത്തിലെ ചെല്ലണേ. ഞാൻ നിസ്കരിക്കാൻ വേണ്ടി കൈ കെട്ടുമ്പോ എന്റെ മുമ്പിൽ 3 പേര് നിസ്കരിക്കുക. ഷെയ്ഖുന എംബാപ്പെ, ഷെയ്ഖുന റൊണാൾഡോ, ഷെയ്ഖുന മെസ്സി, 3 പേര് ഇങ്ങനെ നിസ്കരിക്കുക. അപ്പൊ ഞാൻ ഓർത്ത്, റബ്ബേ നീ എംബാപ്പയ്ക്ക് രാത്രി കളിയൊക്കെ ഉള്ളതല്ലേ, മെസ്സിക്കും കളിയൊക്കെ ഉള്ളതല്ലേ റബ്ബേ, ചിലപ്പോ കളിക്കാൻ വന്നായിരിക്കും. നോക്കുമ്പോ ആരപ്പാ? ആ നാട്ടിലെ 3 ചെറുപ്പക്കാര് ജേഴ്സി ഇട്ടിട്ട് ഖത്തീബും കൂടി ഇട്ടാൽ മതി, ബാക്കി എല്ലാവരും ഇട്ടിട്ടുണ്ട്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. പാടില്ല, നിസ്കരിക്കുമ്പോൾ നല്ല രീതിയിൽ നിസ്കരിക്കാൻ കഴിയണം. ഇപ്പോ വേൾഡ് കപ്പ് ഖത്തറിൽ ഉദ്ഘാടിച്ചത് ഒരു പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ആയത്ത് കൊണ്ട. ആയത്തിന്റെ അർത്ഥം നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ല. ആ ആയത്ത് ഒരു കാലില്ലാത്തൊരു കുട്ടി എന്റെ പ്രിയപ്പെട്ടവരെ ഓതിയപ്പോ നമ്മളൊക്കെ പറഞ്ഞു, കണ്ടില്ലടാ ഖുർആൻ ഓതിയിട്ടടാ ഖത്തറിൽ വേൾഡ് കപ്പ് ഉദ്ഘാടിച്ച്. അതിന്റെ അർത്ഥം നമുക്കറിയോ? അതിന്റെ അർത്ഥം അറിയോ? അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ
അല്ലമഹുൽ ബയാൻ എന്നിങ്ങനെ അല്ലാഹുവിന്റെ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാ. എന്നിട്ടതാ അല്ലാഹു പറയുകയാ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. എടാ അല്ലാഹു നിനക്ക് കൈ തന്നു, എടാ അല്ലാഹു നിനക്ക് കാല് തന്നു, എടാ അല്ലാഹു നിനക്ക് മൂക്ക് തന്നു, എടാ എന്നിട്ട് ഇശാ നിസ്കരിക്കാതെ നീ എന്ത് ടർഫിൽ കളി കാണാൻ പോയതെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ അതാ പറയണേ. ഇബാദത്ത് ചെയ്യുമ്പോ തൃപ്തി വേണം, റബ്ബിന്റെ പൊരുത്തം ഉദ്ദേശിച്ച് എന്ത് ചെയ്യണം? ഇബാദത്ത് ചെയ്യണം. നമ്മൾ സദക്ക കൊടുക്കുമ്പോ അത് നാട്ടുകാരെ കാണിക്കാൻ കൊടുത്താലേ പോരാ. ഇപ്പൊ ചാരിറ്റിക്കാരുണ്ടാകും, ചാരിറ്റിക്കാര് ഒരു ബിരിയാണിക്കിടുന്ന ഒരു മുന്തിരി മേടിച്ചു കൊടുത്താൽ പോലും ഫേസ്ബുക്കിൽ ലൈവ് ഇടുന്ന ചില ചാരിറ്റിക്കാരുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ, അല്ലാഹു ഈമാൻ നൽകട്ടെ. പാടില്ല. എന്ത് ചെയ്താലും അതിന്റെ പ്രിയപ്പെട്ടവരെ പടച്ചവന്റെ തൃപ്തി കിട്ടാൻ ചെയ്താൽ, പടച്ചവന്റെ തൃപ്തി കിട്ടാൻ വേണ്ടി ആരെങ്കിലും ഒരാൾ ഇബാദത്ത് ചെയ്താൽ അവരാണ് മരിക്കുമ്പോ ഈമാനോടെ പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കുന്ന ഒന്നാമത്തെ വിഭാഗമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട ഈസാ നബിയുടെ ചരിത്രം എന്റെ പ്രിയമുള്ളവരെ പഠിക്കേണ്ടതാ. റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രിയമുള്ളവരെ ഒരു മലഞ്ചെരിവിലൂടെ കടന്നു പോകുകയാ. പടച്ചവനെ ഈസാ നബി അതാ കടന്നു പോകുമ്പോ ഒരു വിഭാഗമുണ്ടല്ലോ ഇബാദത്ത് ചെയ്യുകയാ, ദുആ ചെയ്യുകയാ, പടച്ചവനോട് ദുആ ചെയ്യുകയാ. ഈസാ നബി അതാ കടന്നു വരികയാ. ഈസാ നബി ആ വിഭാഗത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ അവരതാ മെലിഞ്ഞിരിക്കുകയാ, ക്ഷീണിച്ചിരിക്കുകയാ. ആ സമയത്തിന്റെ പ്രിയമുള്ളവരെ ഈസാ നബി ചോദിക്കുകയാ, എന്തിനാണ് മക്കളെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്? നിങ്ങൾ ഇങ്ങനെ സമയം മുഴുവൻ ഇബാദത്ത് ചെയ്യുന്നത്? ആ സമയത്തുണ്ടല്ലോ അവരതാ പറയുകയാ, സ്വർഗത്തിന് വേണ്ടിയാ, സ്വർഗത്തിന് വേണ്ടിയാ. ഈസാ നബിയോടാ ചെറുപ്പക്കാര് പറയുകയാ, പ്രായമുള്ളവര് പറയുകയാ, ഞങ്ങളതാ പടച്ചവനോട് ഇബാദത്ത് ചെയ്യുന്നത് സ്വർഗമെന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രതിഫലമുണ്ടല്ലോ ലഭിക്കാനാ, ലഭിക്കാനാ. ഈസാ നബി അതാ പുഞ്ചിരിക്കുകയാ. എന്നിട്ടാ മലഞ്ചെരിവിലൂടെ നടന്നു പോകുമ്പോ ഈസാ നബി അതാ രണ്ടാമത്തെ വിഭാഗമുണ്ടല്ലോ കാണുകയാ. ഒരു കൂട്ടം ആളുകള് മലഞ്ചെരിവിന്റെ ചവിട്ടത്തിരുന്നു കൊണ്ട് ആ വിഭാഗം എന്റെ പ്രിയപ്പെട്ടവരെ ഇബാദത്ത് ചെയ്യുകയാ. അവരതാ പടച്ചവനെ ഒരു ഈർക്കിലി പോലുള്ള ശരീരമാ, വല്ലാതെ ക്ഷീണിച്ചിരിക്കുകയാ. അവരതാ ഇബാദത്ത് ചെയ്ത് കണ്ട് ക്ഷീണത്തിലാ. ഈസാ നബി അതാ ചോദിക്കുകയാ, നിങ്ങളുടെ ലക്ഷ്യമെന്താ? നിങ്ങളുടെ ആഗ്രഹമെന്താ? ഇബാദത്ത് ചെയ്യുന്നതെന്തിനാ? അവരതാ പറയുകയാ, ഈസാ നബിയെ ഞങ്ങളതാ ഇബാദത്ത് ചെയ്യുന്നത് നരകത്തിൽ നിന്ന് കാവല് നേടാൻ വേണ്ടിയാണ്. നരകമെന്ന് പറയുന്ന തീജ്വാലയുള്ള അദാബിൽ നിന്ന് കാവല് തേടാനാ, കാവല് തേടാനാ. പടച്ചവനെ ഈസാ നബി അതാ ചിരിക്കുകയാ. എന്നിട്ടാ മലഞ്ചെരിവിലൂടെ നടന്നു പോകുകയാ. മൂന്നാമത്തെ വിഭാഗമുണ്ടല്ലോ കുറച്ചാളുകൾ എന്റെ പ്രിയപ്പെട്ടവര് മലഞ്ചെരിവിന്റെ ചാരത്തിരുന്നു കൊണ്ട് ഇബാദത്ത് ചെയ്യുകയാ, ഇബാദത്ത് ചെയ്യുകയാ. ഈസാ നബി ആ വിഭാഗത്തിന്റെ ചാരത്തേക്ക് കടന്നു വരികയാ. ഈസാ നബി അതാ പറയുകയാ, എന്തിനാണ് നിസ്കരിക്കുന്നത്? എന്തിനാണ് ദുആ ചെയ്യുന്നത്? എന്തിനാണ് ഇബാദത്ത് ചെയ്യുന്നത്? എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? ആ സമയത്തുണ്ടല്ലോ മൂന്നാമത്തെ വിഭാഗമുണ്ടല്ലോ പറയുകയാ, ഞങ്ങളതാ നിസ്കരിക്കുന്നത്, ഞങ്ങളതാ ദുആ ചെയ്യുന്നത്, ഞങ്ങളതാ ഇബാദത്ത് ചെയ്യുന്നത് എന്തിനെന്നറിയോ? പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടിയാ, പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടിയാ. ആ സമയത്ത് ഈസാ നബി പറയുകയാ, നിങ്ങൾ ആരെന്നറിയോ? ഔലിയാക്കളാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, ഈസാ നബി പോലും പറഞ്ഞല്ലോ ഇബാദത്ത് ചെയ്യുന്നത് സ്വർഗത്തിന് വേണ്ടി. എന്റെ പ്രിയപ്പെട്ടവരെ
ആകാൻ പാടില്ല, നരകത്തിന്റെ കാവല് തേടാൻ ആകാൻ പാടില്ല. നമ്മളതാ നന്മകൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടിയാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, തിരുവനന്തപുരംകാരോട് പറയുകയാ, മരിക്കുമ്പോ ഇല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാനുള്ള ഒന്നാമത്തെ വിഭാഗമുണ്ടല്ലോ, അവരതാ പടച്ചവന്റെ പൊരുത്തം നേടിയവരാ. രണ്ടാമത്തെ വിഭാഗമേതാ? അബൂബക്കർ തങ്ങളതാ പറയുകയാ, സഹാബാ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, മരിക്കുമ്പോ പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാനുള്ള രണ്ടാമത്തെ വിഭാഗമുണ്ടല്ലോ, ആരെന്നറിയോ? ദുആ ചെയ്യുന്നവനാ, പടച്ചവന്റെ മുമ്പിൽ ദുആ ചെയ്യുന്നവനാ, പടച്ചവന്റെ മുമ്പിൽ ദുആ ചെയ്യുന്നവനാ. അവനതാ പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കുന്നവരാ. എത്രയോ പേരെ കരഞ്ഞുകൊണ്ടാ പറയുന്നത്, ഉസ്താദേ കച്ചവടമില്ല, ബറക്കത്തില്ല, ഭാര്യയില്ല, കുടുംബ ജീവിതത്തിൽ സന്തോഷമില്ല, മക്കളില്ല, രോഗമാ, കടങ്ങളാ, ഖൈറില്ല എന്ന് പറയുന്നവരോട് പറയുകയാ, ഏതാണ് മാർഗമെന്നറിയോ? പടച്ചവന്റെ മുമ്പില് ആരെങ്കിലും ഒരാളെന്റെ പ്രിയപ്പെട്ടവരെ ദുആ ചെയ്താൽ അൽഹംദുലില്ലാഹ് അവരാണ് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്ന രണ്ടാമത്തെ വിഭാഗമെന്ന് റസൂലുള്ള പറയുമ്പോ, എപ്പോഴാണ് ദുആ ചെയ്യേണ്ടതെന്നറിയോ? എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടതെന്നറിയോ? അബൂബക്കർ തങ്ങൾ പറയുകയാ, നമസ്കാരങ്ങൾക്ക് ശേഷമുണ്ടല്ലോ പൊടി തട്ടി എണ്ണീറ്റ് ഓടുന്നവരോട് പറയുകയാ, പാടില്ല പാടില്ല പാടില്ല. നമസ്കാരം കഴിഞ്ഞ് ഉസ്താദന്മാര് ദുആ ചെയ്യുമ്പോ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നതാ. ആമീൻ പറയണേ, ആമീൻ പറയണേ ചെറുപ്പക്കാരാ. വയല് കഴിഞ്ഞ് അവസാനമുണ്ടല്ലോ നിങ്ങൾക്ക് വേണ്ടിയാ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്നത്. ആരെങ്കിലും ഒരാൾ ദുആ ചെയ്താൽ അവനുണ്ടല്ലോ മരിക്കുമ്പോ പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കുന്നതാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, സങ്കടം വരുമ്പോ, വേദന വരുമ്പോ, വിഷമങ്ങൾ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ, നൊമ്പരങ്ങൾ വരുമ്പോ ചെയ്യേണ്ടതെന്താ? ഉസ്താദേ കടമാണ് ഉസ്താദേ, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു പോയി ഉസ്താദേ, പലിശക്ക് പൈസ എടുത്തു പോയി ഉസ്താദേ, നിവർത്തിയില്ല, അടക്കാൻ നിവർത്തിയില്ല ഉസ്താദേ, ആത്മഹത്യയാണ് വഴിയെന്ന് പറയുന്നവരോട് പറയുകയാ, പാടില്ല പാടില്ല. അതിനുള്ള മാർഗമേതാ? ദുആണെന്ന് റസൂലുള്ള എന്റെ പ്രിയമുള്ളവരെ പറയുമ്പോ ഈ സദസ്സിലെ ദുആകള് കബൂലാക്കണേ ആരെങ്കിലും ഒരാൾ നിസ്കാരങ്ങൾക്ക് ശേഷം ആരെങ്കിലും ഒരാൾ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്താൽ അവരാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്ന രണ്ടാമത്തെ വിഭാഗമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ആലോചിച്ച് നോക്കി, നിസ്കാരത്തിന് ശേഷം പൊടിയും തട്ടി എണീച്ചു പോണ ചില ചങ്ങാതിമാരുണ്ട് അല്ലെ, ചില പുത്തൻവാദികളൊക്കെ പറയാറുണ്ട് നിസ്കാരത്തിന് ശേഷം ദുആ ഇല്ലെന്ന്. മോനെ എന്റെ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട അബൂബക്കർ തങ്ങൾ പറയുന്നു, മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്ന രണ്ടാമത്തെ വിഭാഗം ദുആ ചെയ്യുന്നവരാണെന്ന് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സഹാബത്ത് ചോദിച്ചു, സിദ്ദീഖ് തങ്ങളെ ഞങ്ങൾ എപ്പോഴാ ദുആ ചെയ്യണ്ടേ? ഞങ്ങൾ എപ്പോഴാ പടച്ചവനോട് ദുആ ചെയ്യണ്ടേ? സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ഒരാൾ അക്കിബസ്വല നിസ്കാരത്തിന് ശേഷം ഉടനെ ആരെങ്കിലും ഒരാൾ ദുആ ചെയ്താൽ അൽഹംദുലില്ലാഹ് അവർക്ക് ദുആക്ക് ഇജാബത്തുണ്ടെന്ന് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അല്ലേ, ഞാൻ ചോദിക്കട്ടെ, നമുക്കൊരു രോഗം വരുമ്പോ എല്ലാവരും എന്ത് ചെയ്യും? ഒരു പാട്ട് എടുത്തിട്ട് പള്ളിയുടെ മുമ്പിൽ വരും. പാടില്ല പാടില്ല. നമുക്കൊരു ക്യാൻസർ എന്ന് പറയുന്ന അസുഖം വരുമ്പോ നമ്മൾ പള്ളിയിൽ ചെല്ലണം, നമ്മൾ ഖുർആൻ എടുക്കണം, കുറച്ചു നേരം ഖുർആൻ ഓതിയിട്ട് മുസല്ല വിരിച്ചിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് റബ്ബിന്റെ മുമ്പിൽ ദുആ ചെയ്യണം. അല്ലാഹ് നീ അല്ലാതെ വേറെ ആരുമില്ല പടച്ചവനെ, ഞങ്ങൾക്ക് നീ അല്ലാതെ ഒരാളുമില്ല റബ്ബേ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് എന്ത് ചെയ്യണം? ദുആ ചെയ്യണം. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇപ്പൊ ഇത് തിരുവനന്തപുരം ജില്ല അല്ലേ ഉസ്താദേ? ഇവിടെ സ്ത്രീധനം
ഉസ്താദ് സ്ത്രീധനം മേടിച്ചിരുന്നു? ഇല്ല, മേടിച്ചില്ല. അള്ളാഹു ഉസ്താദിന്റെ കുടുംബ ജീവിതത്തിലൊക്കെ അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നോട് ഒരാൾ പറഞ്ഞു, ഉസ്താദെ പെണ്ണ് കിട്ടുമ്പോൾ കൊല്ലത്തുനിന്ന് കെട്ടണം. പെണ്ണ് കിട്ടുമ്പോ കൊല്ലത്തുനിന്ന് കെട്ടണം. ഞാൻ ചോദിച്ചപ്പാ, അതാകുമ്പോ പെണ്ണും കിട്ടും, പണ്ടവും കിട്ടും, കാറും കിട്ടും. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്താ പറഞ്ഞേ? പെണ്ണും കിട്ടും, പണ്ടവും കിട്ടും, കാറും കിട്ടും, എല്ലാം കിട്ടും. ഇപ്പൊ 25-26 വയസ്സുള്ള ചില ചങ്ങാതിമാരുടെ ഗൂഗിളിലെ ഹിസ്റ്ററി നോക്കണം. എന്താപ്പാ, ബലഹീനയുടെ മൈലേജാണ് നോക്കണേ, സ്വിഫ്റ്റിന്റെ മൈലേജാണ് നോക്കണേ. കാരണം എന്താ, സ്വന്തമായിട്ട് വാങ്ങാനല്ല, പെണ്ണിന്റെ വീട്ടുകാർ കൊടുക്കുന്ന കാറിന്റെ മൈലേജ് നോക്കി അടക്കുക. ചില ഉളുപ്പില്ലാത്തവന്മാർ അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഞാൻ പറയാ, സ്ത്രീധനം ചോദിച്ചു വാങ്ങാൻ പാടില്ല. സ്ത്രീധനം ചോദിച്ചു വാങ്ങാൻ പാടില്ല. അവര് തരുന്നത് എന്താന്ന് വെച്ചാൽ വാങ്ങിച്ചോണം. അവര് തരുന്നത് എന്താന്ന് വെച്ചാൽ വാങ്ങിച്ചോണം. അതിന് നിങ്ങൾക്ക് 100 പവൻ തന്നാലും നിങ്ങൾ മേടിച്ചോ. അല്ലാതെ എന്റെ ഇറച്ചിക്കട ചെന്നിട്ട് ആടിന്റെ അതും കൂടി വേണമെന്ന് പറഞ്ഞതുപോലെ പെണ്ണിനെ കെട്ടണമെങ്കിൽ എനിക്ക് ബലേനോക്കും ഒരു സ്റ്റെപ്പിന് ടയറും കൂടെ വേണമെന്ന് പറയുന്ന ഹമക്കിങ്ങൾ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. പിന്നെ പറയാ, ഈ പെണ്ണ് കാണാൻ പോകുമ്പോ കബറി കിടക്കണ വല്യാപ്പാനെ കൂടെ കൊണ്ടുപോകാൻ നിൽക്കരുത്. പെണ്ണ് കാണാൻ ആരാ പോകണ്ടേ? എടാ നീ പോണം, നിന്റെ കുടുംബക്കാരും നിന്റെ അടുത്ത വാപ്പും ആരെങ്കിലും പോണം. ഇത് പള്ളിയിലെ ഖത്തീബിനെ വിളിക്കും, മോദിൻ ഉസ്താദിനെ വിളിക്കും, കബറി കിടക്കണ മൂത്താപ്പാനെ വിളിക്കും. മൂത്താപ്പാന്റെ തൊട്ടപ്പുറത്ത് കബറി കിടക്കണ ഏതെങ്കിലും കൊച്ചാപ്പ ഉണ്ടെങ്കിൽ അവനെ എല്ലാരെയും വിളിച്ചിട്ട് ആ പെണ്ണ് കാണാൻ പോണം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. പാടില്ല, പാടില്ല. ഇപ്പൊ സ്ത്രീധനം എന്ന് പറയുന്ന മാരകമാകുന്ന വിപത്തിന്റെ പേരില് ഉസ്താദേ എന്റെ മോളെ കെട്ടിച്ച് വിടാൻ മാർഗമില്ല അല്ലേ ഉസ്താദേ, 10, 15, 50 പവനൊന്നും കൊടുക്കുക എന്റെ കയ്യിലില്ല ഉസ്താദേ എന്ന് പറയുന്ന സാധുക്കളുണ്ട്. ഉസ്താദേ ഞാന് 28 വയസ്സായി ഉസ്താദ്, എന്റെ മൂക്കിന് പല്ല് മുളച്ചു ഉസ്താദേ, എനിക്ക് നല്ലൊരു പെണ്ണിനെ കിട്ടുന്നില്ലെന്ന് പറയുന്ന സാധുക്കളുണ്ട്. പെണ്ണ് കെട്ടാൻ പോകുമ്പോൾ എന്റെ ബടലഹീമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറയുന്നത് ഒരു ദുആ ഉണ്ട് അല്ലെ, ഞാൻ പറഞ്ഞു ദുആ ചെയ്യുന്നവരാണ് മരിക്കുമ്പോ ഈമാനോടെ മരിക്കും എന്ന് പറയണേ. ഒരു ദുആ ഉണ്ട് ഖുർആനിൽ, ഒരു ആയത്ത്. ഈ ആയത്ത് ആരെങ്കിലും ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അവർക്ക് കുടുംബ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകുമെന്ന്. ചില ആളുകൾ പറയാറുണ്ട്, ഉസ്താദേ 10 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ല. അപ്പൊ എന്നോടൊരു സാധുവായ സഹോദരി പറഞ്ഞു, ഉസ്താദേ 8 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഫംഗ്ഷനും പോകാറില്ല ഉസ്താദേ, ഞാൻ ഒരു കല്യാണത്തിനും പോകാറില്ല ഉസ്താദേ, ഒരു കുടുംബക്കാരനെ വീട്ടിൽ പോകാറില്ല. ഞാൻ എന്തേ ഉസ്താദേ? അവരുടെ വീട്ടിലൊക്കെ ചെല്ലുമ്പോ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഗർഭിണിയായില്ലേ, മക്കളായില്ലേ, ആർക്കാ കുഴപ്പം, കൗണ്ട് കുറവാർക്ക എന്ന് കുടുംബക്കാര് പോലും കളിയാക്കുന്ന രീതിയിൽ അല്ലാഹു നൽകട്ടെ. മോനെ എടാ, അള്ളയാണ് തീരുമാനിക്കണത്. അള്ളയാ തീരുമാനിക്കണത് നിനക്ക് ഉമ്മയാകണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് അള്ളയാണ്. പിന്നെ ചില ആളുകളുണ്ട് കല്യാണം കഴിയുമ്പോ, ഞാൻ ഒരാളോട് ചോദിച്ചു, എടാ കല്യാണം കഴിഞ്ഞിട്ട് എത്ര കൊല്ലായി? ഉസ്താദ് 5 കൊല്ലമായി. ഞാൻ ചോദിച്ചു മക്കളായോ? ഞങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല ഉസ്താദേ. എന്താ പറയണേ? ഞങ്ങൾ അതിന് ശ്രമിച്ചിട്ടില്ല ഉസ്താദേ. ഞാൻ ചോദിച്ചു അതെന്താ ശ്രമിക്കാതെ? ഉസ്താദേ സാമ്പത്തികപരമായി ടൈറ്റാ ഉസ്താദേ. പിന്നെ ഓന്റെ കൊച്ചിന്റെ റേഷൻ കടയിൽ നിന്ന് കൊണ്ടല്ലോ മുലപ്പാൽ കൊടുക്കാൻ അല്ലാഹു നൽകി ഗ്രഹിക്കുമാറാവട്ടെ. സാമ്പത്തിക പ്രയാസം ഉസ്താദെ കൊച്ചിനെ ഉണ്ടാക്കാൻ അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അല്ല തരുമ്പോ മേടിച്ചോണം. പിന്നെ കരഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതാ പറയണ. ചില ആളുകൾ പറയും, ഉസ്താദെ ഞങ്ങൾക്ക് ഇപ്പം വേണ്ട, എന്റെ ഭാര്യ ഇച്ചിരി കൂടെ ഫ്രീ ആയിട്ട് നടന്നോട്ട് ഉസ്താദ് എന്ന് പറയും. പാടില്ല. അല്ല തരുമ്പോ മേടിച്ചോണം. തരിക തരാതിരിക്കുക അള്ളാണ് തീരുമാനിക്കണം. പക്ഷേ ഖുർആനിൽ ഒരു ദുആ ഉണ്ട്, ഒരു ആയത്തുണ്ട്. ഈ ആയത്ത് ആരെങ്കിലും ഒരാൾ ചൊല്ലിയാൽ അൽഹംദുലില്ലാഹ് അവർക്ക് പെണ്ണ് കിട്ടാത്തവന് പെണ്ണ് കിട്ടും, മക്കളില്ലാത്തവർക്ക് അല്ലാഹു മക്കളെയും കൊടുക്കും. ചൊല്ലോ. ഞാൻ ചോദിക്കട്ടെ, നല്ല ഭാര്യമാരെ വേണ്ടത് നല്ല ഭാര്യമാരെ വേണ്ടതിന് കൈവക്കിയപ്പോ ധൈര്യത്തിൽ പൊക്കുന്നേ ആരുമില്ല. നല്ല ഭർത്താക്കന്മാരെ വേണ്ടെന്ന് കൈവക്കിയപ്പോ ആരില്ല. ഞാൻ കാസർഗോഡ് ഒരു സ്ഥലത്ത് വന്നിട്ട് ചോദിച്ചു, നല്ല ഭാര്യമാരെ വേണ്ടത് കൈവക്കാൻ. 98% പേരും പൊക്കിയത് പെണ്ണ് കെട്ടിയവരാ. അല്ലാഹു നൽകി ഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ കെട്ടിക്കഴിഞ്ഞിട്ട് പെട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ ഉസ്താദേ? ഇല്ല. ഞാൻ കെട്ടിയിട്ടില്ല. അതുകൊണ്ടാ. കെട്ടിക്കഴിഞ്ഞിട്ട് പെട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അള്ളാഹുവിന്റെ ഖുർആനിൽ ഒരു ദുആ ഉണ്ട്. ഈ ദുആ ആരെങ്കിലും ഒരാൾ ചൊല്ലിയാൽ അവന്റെ കുടുംബ ജീവിതത്തിനും അല്ലാഹു ബറക്കത്ത് നൽകും. മക്കളില്ലാത്തവർക്ക് അല്ലാഹു മക്കളെ നൽകും. എടാ എത്ര ചികിത്സിച്ചിട്ടും മക്കളില്ലെങ്കിലും ഈ ദുആ ചെയ്തോ. മഹാന്മാരാകുന്ന പണ്ഡിതന്മാരെന്റെ പ്രിയമുള്ളവരെ പറയുകയാ, ഏതാണ് ദുആ എന്നറിയോ?